Good afternoon, viewers. ഈ ഫാർമ കമ്പനീസ് ലൈക്ക് സൺ ഫാർമ, ലുപിൻ, ഡോക്ടർ റെഡ്ഡീസ് ഇതുപോലുള്ള കമ്പനികൾ അത് കറക്ഷൻ കഴിഞ്ഞു ഇപ്പോൾ നല്ലൊരു പ്രൈസിലുള്ള എനിക്ക് തോന്നുന്നു ഈ ഫാർമ കമ്പനികൾ ഇനി നന്നായി ചെയ്യാൻ സാധ്യതയുണ്ട്. ഈവൻ ദോ ട്രംപ് പറയുന്ന വിൽ പുട്ട് 25% ടാരിഫ് ഓൺ ദി ഇന്ത്യയിലുള്ള ജനറിക് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് യു എസ് വരുന്ന സമയത്ത് പക്ഷേ ഈ ഡ്രഗിൽ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ബിക്കോസ് ദേ കനോട്ട് പുട്ട് മോർ ടാരിഫ് ഓൺ ഡ്രഗ്സ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഹ്യൂജ് എക്സ്പെൻസ് ഫോർ ദി ഇൻഷുറൻസ് കമ്പനീസ് ആസ് വെൽ ആസ് ദി പേഷ്യൻസ് സോ അതുകൊണ്ട് ഈ ഡ്രഗ് കമ്പനീസ് ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു ഡു വെൽ. അത് ഡ്രഗ് കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മ വന്നു. ഇപ്പോൾ ഇന്ന് ഹൈദരാബാദിൽ ഈ ഒരു വലിയൊരു യു എസ് ഡ്രഗ് മേക്കർ ഒരു കമ്പനിയുടെ പേര് ആംജൻ എന്നാണ്. ആംജൻ പറയുന്നത് ദേ ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് അബൌട്ട് $200 million ദിസ് ഇയർ ഇൻ ദിസ് ന്യൂ ടെക്നോളജി സെൻറ്റർ സൗത്ത് ഇന്ത്യയിലുള്ള ഹൈദരാബാദിൽ $200 million ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യാൻ പോകുന്നു. അവർ പറയുന്നത് വെച്ചാൽ പിന്നെ അവരെ വർക്ക് ഫോഴ്സ് ഒരു 2000 ആൾക്കാർ ഈ ഇയർ എൻഡിലോടുകൂടി റിക്രൂട്ട് ചെയ്യുന്നത്. ഓൾറെഡി 300 എംപ്ലോയീസ് ഹൈദരാബാദിൽ അവരുടെ പ്ലാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈദരാബാദ് എന്ന് വെച്ചാൽ ഈ ആഴ്ച ഒരു ബയോ ഏഷ്യ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനികൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനികളൊക്കെ വേൾഡിലുള്ള ടോപ്പ് ഡ്രഗ് മേക്കേഴ്സ് ലൈക്ക് എലാ ലില്ലി, നൊവാർട്ടിസ്, ആംജൻ ഇതുപോലുള്ള കമ്പനികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് ദേ ആർ ലുക്കിംഗ് ഇന്ത്യ ആസ് എ ഫാർമസി ഓഫ് ദ വേൾഡ് ആൻഡ് ദേ ആർ ഗോയിങ് ടു മേക്ക് ലോട്ട് ഓഫ് ജനറിക് പ്രോഡക്ട്സ് ഫ്രം ഇന്ത്യ. സോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ മന്ത്രി രാജീവിനോടുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മൾക്ക് എന്തുകൊണ്ട് ഇതുപോലുള്ള ഒരു ജോൺസണോ അല്ലെങ്കിൽ നൊവാർട്ടിസോ അല്ലെങ്കിൽ ലില്ലിയോ ഇതുപോലെ ഫൈസറോ ഇതുപോലുള്ള കമ്പനി കേരളത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് റെഡിയാവുന്നില്ല? നമ്മൾ പറയുന്നത് നമ്മളിനി ബയോടെക്നോളജിയിലുള്ള കമ്പനികൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള മെഷീൻ ലേണിംഗ് ഇതുപോലുള്ള ബയോടെക്നോളജിയിലുള്ള സ്റ്റെം സെൽസൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ് ഞങ്ങൾ കേരളത്തിൽ ഇനി ഹൈലി ടെക്നോളജി കമ്പനികളെ നമ്മളെ അട്രാക്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഇവിടെ ഇത്ര നോളജ് ബേസ്ഡ് എക്കണോമിയാണ് ഞങ്ങളുടെ ഹയസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റാണ്, ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും ബുദ്ധിമാന്മാരാണ് കേരളത്തിലെ. പക്ഷേ എന്നിട്ടും ഇവരൊക്കെ കേരളത്തിൽ വരാണ്ട് ഹൈദരാബാദിൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്? സോ വി ആർ ടു അട്രാക്ട് ദ പീപ്പിൾ ലൈക്ക് ടെസ്ലയുടെ എലോൺ മാസ്കിനോ അല്ലെങ്കിൽ ആമസോണിൻ്റെ ജെഫ് ബെസോസോ ഇതുപോലത്തെ ആൾക്കാർ കേരളത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല? അല്ലെ ആപ്പിളിൻ്റെ ടിം കുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ചീഫ് മിനിസ്റ്ററായി മീറ്റ് ചെയ്യുന്നില്ല? ഇതെൻ്റെ ഒരു ജസ്റ്റ് ഡൗട്ടാണ്. എനിവേ താങ്ക് യു ഫോർ